പുരാവസ്തു ഐറ്റംസും എല്ലാം പ്രദർശിപ്പിക്കുന്ന ഒരു സ്റ്റാള് കാഴ്ച എന്നത്. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി സെന്റ് ജോർജ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ്. നമ്മുടെ പുതുപ്പള്ളി ഫെസ്റ്റിന്റെ സമാപന ദിവസമാണ് ഇന്ന്. ശരിക്കും പറഞ്ഞാൽ അതോടൊപ്പം തന്നെ തൊട്ട് പുറകെ കാണുന്ന ഈ വേദിയിൽ സിനിമാ താരം ഹണി റോസ് എത്തും വൈകിട്ട് 6 മണിക്ക്. അതിനുശേഷം നമ്മുടെ സിനിമാ താരം ഭാമ എത്തും. അതുപോലെ കോട്ടയം സ്റ്റാൻലിയുടെ പ്രോഗ്രാമുണ്ട്. അങ്ങനെ ഇന്ന് ഒരുപാട്, അതുപോലെ ഗാനമേള, അങ്ങനെ ഒരുപാട് പ്രോഗ്രാമായിട്ട് ഇന്ന് അടിച്ചു പൊളിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ ഗ്രൗണ്ടിലേക്ക് എത്തുക. അപ്പം നമ്മുടെ MLA ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ആദരവ് നടക്കുന്നുണ്ട്. അപ്പം എല്ലാ ദിവസവും ഉണ്ടായിരുന്ന ആദരവ്, അതിൻ്റെ ചെറിയ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. നമ്മുടെ പ്രിയപ്പെട്ട MLA എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഒട്ടേറെ തിരക്കുകളിടയിലാണ് നിങ്ങളിന്ന് കാണുവാനും നിങ്ങളിന്ന് ആദരിക്കാനും അദ്ദേഹം തയ്യാറായത്. ആദ്യം അകലക്കുന്നുകാർക്കാണ് കൊടുക്കുന്നത്. അതോടൊപ്പം അകലക്കുന്നത്തിന്റെ പ്രസിഡന്റും പ്രധാനപ്പെട്ട ആൾക്കാരും ഈ സമയത്ത് ഇവിടെ ഉണ്ടാവണമെന്ന് സ്നേഹപൂർവ്വം അറിയിക്കട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട MLA എത്തിച്ചേർന്നിട്ടുണ്ട്. ഉടൻ തന്നെ നിങ്ങളെ ഹാരാർപ്പണം ചെയ്യുന്നു. നിങ്ങൾക്ക് പാരിതോഷികം തരുന്നു, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് എടുക്കുന്നു. കുറ്റമറ്റ രീതിയിൽ എല്ലാവരും അച്ചടക്കത്തോട് ചിട്ടയോടുകൂടി നിന്ന് ഇതിൽ പങ്കാളികളാണ്. 2 വാക്ക് നമ്മുടെ പ്രിയപ്പെട്ട MLA സംസാരിക്കും. എല്ലാം പ്രിയങ്കനായ നമ്മുടെ നല്ല കൈയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട അയൽക്കുന്നം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സുരേട്ടൻ, അയൽക്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജിത രാധാകൃഷ്ണൻ അവர்கள், ജനറൽ കൺവീനർ പുതുപ്പള്ളി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സംസാരിച്ച് എന്നാ പറയുന്നത്. അതുകൊണ്ട് സംസാരം വരണമെന്ന് എനിക്ക് അഭിപ്രായമാണ്. അതായത് സൗണ്ട് അപ്പയ്ക്ക് പ്രിയപ്പെട്ട ആംബുലൻസ് ചേച്ചി, പ്രിയപ്പെട്ട സന്ധ്യ സുരേഷ്, പ്രിയപ്പെട്ട ചേട്ടൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട സാറ്, പ്രിയപ്പെട്ട മാസി, പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്തിന്റെ അംഗം, പ്രിയപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാര്, പ്രിയപ്പെട്ട ശ്രീധരപ്രകാശ്, പ്രിയപ്പെട്ട നമ്മുടെ പണ്ടനാട് പ്രസിഡന്റ് വന്നില്ല, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഏതായാലും നിങ്ങളോടൊപ്പം ഈ 4 ദിവസം ചെലവഴിക്കാൻ സാധിച്ചതിയായ സന്തോഷം. ഇവിടെ നാടിന്റെ ഒരു ഉത്സവമായിട്ട് നമ്മളിത് കൊണ്ടാടുകയാണ്. ഇവിടെ മാരത്തൺ തുടങ്ങി 28-ാം തീയതി രാവിലെ 7:30 ശ്രീ ഋഷിരാജ് സിംഗ് IPS ഫ്ലാഗ് ഓഫ് ചെയ്ത മാരത്തൺ, ഡ്രഗ്സിനെതിരെ, നമ്മുടെ കുട്ടികളെ നശിപ്പിക്കുന്ന ഡ്രഗ്സിനെതിരെ ഉള്ള മാരത്തൺ, അതിനുശേഷം ചിത്ര മത്സരം ഉൾപ്പെടെയുള്ള പരിപാടികൾ. അതിനുശേഷം അന്ന് വൈകിട്ട് തന്നെ എണ്ണിമല ക്ഷേത്രത്തിൽ നിന്നുള്ള ദീപശിഖയും പുതുപ്പള്ളി പള്ളിയിൽ നിന്നുള്ള ദീപശിഖയും ഇവിടെ വന്നെത്തി. അങ്ങനെ തുടങ്ങി 2 ദിവസം, 1, 2 കഴിഞ്ഞ് അവസാന ദിവസത്തേക്ക് നമ്മൾ വന്നിരിക്കുക. ഇതിന് വളരെയധികം ആൾക്കാർ കഷ്ടപ്പെട്ട് എല്ലാവരെയും ചേർത്തുണക്കിക്കൊണ്ട് ഒരു പരിപാടിയാണ്. ഇതിനകത്ത് രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നുമില്ല. എല്ലാവരും ഒന്നിച്ച് നമ്മൾ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടി. അതിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നിങ്ങളെ ആദരിക്കുന്നതിന്റെ കാരണം നിങ്ങളാണ് ഈ സമൂഹത്തിന്റെ കരുത്ത് എന്ന് ഞങ്ങൾ ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പരിപാടി ഇവിടെ ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളില്ലെങ്കിൽ ഈ സമൂഹമില്ല. ഓരോ സഹോദരിമാർ, അമ്മമാർ, എല്ലാവരും പ്രത്യേകമായി ആദരിക്കുന്ന ചടങ്ങ് നിങ്ങളുടെ അവകാശമായിട്ടാണ് ഞങ്ങൾ തരുന്നത്. ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് ആ അവകാശം നിർവഹിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് എല്ലാ ജനപ്രതിനിധികളും ഇവിടെ ചേർന്ന് വന്നിരിക്കുന്നത്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഈ പരിപാടി താമസം കൂടാതെ തുടർന്നു. തൊഴിലുറപ്പ് പദ്ധതി കോട്ടയം ജില്ലയിൽ 2ാം സ്ഥാനം നേടിയ ആലപ്പുഴ പഞ്ചായത്തിലെ എഞ്ചിനീയർ അജിത് സെബാസ്റ്റ്യൻ, ഓവർസിയർ അഖിൽ കുമാർ, അക്കൗണ്ടന്മാരായ ഷിജിമോൾ സി വിദ്യാലയ എന്നിവരെയും ഈ വേദിയിൽ വെച്ച് ആദരിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം.
ഒട്ടേറെ ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന അനേക ആൾക്കാരോട് എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സിനി മാത്യുവിയുണ്ട്. അതുപോലെ പുതുപ്പള്ളിക്കൽ പഞ്ചായത്തിന്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സാവു പുതുപ്പറമ്പൻ അവർകളടക്കം നമ്മുടെ ഒട്ടേറെ ജനപ്രതിനിധികൾ ഇവിടെ സന്നിഹിതരാണ്. നമുക്ക് എല്ലാവരുടെയും സമയക്കുറവ് പോലും പേര് പറയാൻ സാധിക്കുന്നില്ല. എങ്കിലും അവരുടെയൊക്കെ ആത്മാർത്ഥമായ സഹകരണത്തോടുകൂടിയും പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ പരിപാടി ഇത്രയും വിജയപ്രദമാക്കാൻ സാധിച്ചത്. അതുപോലെ കോൺഗ്രസിന്റെ അയർക്കുന്നം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പ്രിയപ്പെട്ട രാജചേട്ടൻ അടക്കമുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരുടെ എല്ലാം നിറഞ്ഞ സാന്നിധ്യം 4 ദിവസമായി ഇവിടെ ഉണ്ട്. അതുപോലെ അയർക്കുന്നം നമ്മുടെ പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ശ്രീമതി സിന്ധു വിശ്വൻ അടക്കമുള്ള ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അനേകം ആൾക്കാരുടെ കൂട്ടായ്മ. അതുപോലെ 4 ദിവസം വളരെയധികം കഷ്ടപ്പെടുന്ന 8 പഞ്ചായത്തിലെ മെമ്പർമാർ പ്രത്യേകിച്ച് ഒന്ന് പറയട്ടെ, പുതുപ്പള്ളി പഞ്ചായത്തിലെ നമ്മുടെ വനിതാ മെമ്പർമാർ അടക്കമുള്ള ഒന്ന് അനൗൺസ് ചെയ്ത് എന്താണെന്നുള്ളത് പ്രിയപ്പെട്ടവരെ, തൊഴിലുറപ്പ് പദ്ധതി കോട്ടയം ജില്ലയിൽ 2ാം സ്ഥാനം നേടിയ അകലക്കുന്നം പഞ്ചായത്തിലെ എഞ്ചിനീയർ അജിത് സെബാസ്റ്റ്യൻ, ഓവർസിയർ അഖിൽ കുമാർ, അക്കൗണ്ടന്റുമാരായ ഷിജിമോള്, വിദ്യ എന്നിവരെ പ്രത്യേകമായി നമ്മുടെ എം.എൽ. ആദരിക്കുന്നു. ഇവരെ ഗവൺമെന്റ് നേരത്തെ പ്രത്യേകമായി ആദരിച്ചിരുന്നതാണ്. അജിത്തും വന്നു. ആണുങ്ങൾക്ക് മാത്രം ഇത് മെഡലുണ്ടല്ലോ. ഫ്രണ്ടിലോട്ട് കയറുന്നേ, ഫ്രണ്ടിൽ കയറുന്നേ. അപ്പൊ ഇവിടെ നിന്നാണോ തൊഴിലുറപ്പ്? അപ്പൊ അവിടെ സർട്ടിഫിക്കറ്റ് സാരി അവിടെ കൊടുത്തു. ഇവിടെ വഴി കൊടുത്തു സിന്ധു ജീവനെ ചേച്ചി അവിടെ നിന്ന് മാറി. നിങ്ങൾ ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. സർട്ടിഫിക്കറ്റ് എന്ത് അങ്ങനെ
പാട്ടിടാനാ പറയുന്നത് ഇപ്പോഴും. അതെ അതെ, നമ്മളെ 3 ദിവസം മുടങ്ങാതെ ഉണ്ടല്ലേ. ഇവിടെ വേറെ ആരൊക്കെ ഉള്ള? വേറെ ഒരു നൈറ്റ് ഡോക്ടർ ഉണ്ടായിരുന്നു. ഇന്നലെ ഉണ്ടായിരുന്നു. നമ്മുടെ ശിവാന്റെ ഡോക്ടർ ലക്ഷ്മി പണിക്കാറുണ്ടായിരുന്നു. അത്യാവശ്യം ഫസ്റ്റ് എയ്ഡ് എല്ലാം കൊടുക്കുന്നുണ്ട്. ഗുളികകളുണ്ട്.